ഇതിന് ആ സീസൺ ഈ സീസൺ അങ്ങനെയൊന്നുമില്ല. 100 ദിവസം കൊണ്ട് മുന്തിരി ഉണ്ടാവും. നമ്മൾ അങ്ങനെ നേരെ ഗുണ്ടൽപേട്ടിലെ മുന്തിരിത്തോട്ടത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. ഗുണ്ടൽപേട്ടിലുള്ള പൂപ്പാടത്തിൻ്റെ ഒക്കെ വീഡിയോസ് എടുത്തു കഴിഞ്ഞിട്ട് നേരെ ഞങ്ങൾ വന്നത് ഈ ഒരു മുന്തിരിത്തോട്ടത്തിലേക്കാണ്. ഇതിൻ്റെ കൂടുതൽ വിശേഷങ്ങൾ ഇനി നിങ്ങൾക്ക് ഇവിടുത്തെ പണിക്കാരനെ പറഞ്ഞു തരുന്ന ഒരു വീഡിയോ ഞാൻ എടുത്തിട്ടുണ്ട്. അത് ഇതിനോടൊപ്പം അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ മുന്നേ നിങ്ങൾ ആ പൂപ്പാടത്തിൻ്റെ അത് അടിപൊളി മനോഹരമായിരുന്നു കേട്ടോ. കേരളത്തിലേക്ക് ഓണത്തിനൊക്കെ കൊണ്ടുവരാനാണ്. ആ വീഡിയോ ഞാൻ ഇതിൽ പിൻ ചെയ്ത് വെക്കുന്നുണ്ട്. അപ്പോൾ കാണാത്തവർ കാണുക. ഇതാ ഞങ്ങളിവിടെ വന്ന് കയറിയിട്ടേ ഉള്ളൂ കേട്ടോ. ചേച്ചിയും കണ്ണും അച്ഛനും അമ്മയും ഒക്കെ നമ്മളെല്ലാവരും കൂടി ഇതാ ഇവിടെ എത്തിയിരിക്കുകയാണ്. ഇപ്പോൾ പൂവിൻ്റെ സെക്ഷൻ കഴിഞ്ഞ് മുന്തിരിത്തോട്ടത്തിലേക്കാണ്. മുന്തിരിയൊക്കെ കാണാൻ നല്ല അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. ചേച്ചിയാരാ തൊട്ടിട്ട് കൈ സോപ്പിട്ട് എടുക്കേണ്ടി വരും. മരുന്നടിക്കുന്നുണ്ടോ ഇവിടെ? നിങ്ങൾക്ക് എന്താ പറയാനുണ്ടോ? ഞാൻ പ്രതീക്ഷിച്ചിട്ടില്ല ഈ മുന്തിരിയൊക്കെ ഉണ്ടാവുന്നു. നല്ല പഴുത്തിട്ടുണ്ട്, പച്ചയുണ്ട്, കൂടുതലും പഴുത്തിട്ട നല്ല ഭംഗിയുണ്ട്. കൺഫേമാ കണ്ടാ തന്നെ ഒരു മൂടിക്കെട്ടലുണ്ട്. അതാ നമ്മള് ഇതിന്റെ ഉള്ളിൽ കൂടെ നടക്കാനൊക്കെ നല്ല രസമാണ് കേട്ടോ. ഏറ്റവും കൂടുതൽ മലയാളികളാണ് വന്നിരിക്കുന്നത്. പിന്നെ അവിടെ എല്ലാവരും പറയുന്നുണ്ട് കേട്ടോ, മുന്തിരി പറിക്കരുത് മുന്തിരി പറിക്കരുത് എന്ന്. അത് ശരിയാണ്, മുന്തിരി പറിച്ചു കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ ആ ഒരു ഭംഗി പോയല്ലോ. ഇത് തന്നെയല്ല ഇതിൻ്റെ ഒരു ഭംഗി. പിന്നെ വേറൊരു കാര്യമുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങോട്ട് കയറാൻ ക്യാഷ് കൊടുക്കണം കേട്ടോ. നമ്മളെ എൻട്രൻസ് ഫീ വരുന്നത്, ഇവരുടെ എൻട്രൻസ് ഫീ വരുന്നത് 25 രൂപയാണ് കേട്ടോ ഒരാൾക്ക്. ഞങ്ങൾ 4 പേർക്ക് 100 രൂപ വെച്ചിട്ടാണ് വാങ്ങിച്ചത്. അങ്ങനെ പിന്നെ ഇവിടെ വേറെ വലിയ പൂന്തോട്ടമുണ്ട്. അങ്ങോട്ട് പോകണം എല്ലാവരും. ഫോട്ടോ എടുത്തവരൊക്കെ ഇവിടെ കൂടി നിൽക്കല്ലേ എന്നൊക്കെ പറയുന്നവർ. ഇതാ മൂപ്പരാണ് ഇവിടെ നിന്ന് ആൾക്കാരെ ഒട്ടിക്കാൻ വേണ്ടി കിടക്കട്. പിന്നെ ഇതാണ് കേട്ടോ ഇതിൻ്റെ വൈഡ് വ്യൂ. ഇതാണ് സംഭവം, എൻ്റെ വൈഡ് വ്യൂ ഇതാണ്. സത്യം പറഞ്ഞാൽ ഇത് മലയാളികളുടെ ആണെന്ന് അവിടെ വന്നപ്പോഴാണ് കേട്ടോ അറിയാൻ കഴിഞ്ഞത്. ശരിക്കും ഞങ്ങൾ സർപ്രൈസ് ആയിപ്പോയി. ഗുണ്ടൽപേട്ടാണ് കേട്ടോ, ആരും മാറി പോണ്ട, ഗുണ്ടൽപേട്ടിലാണ്. പലരും ഗൂഡല്ലൂരാന്നൊക്കെ പറഞ്ഞിട്ട് ആ വഴിയും പോയിട്ടുണ്ട്. അപ്പൊ എല്ലാരും ശ്രദ്ധിക്കുക ഗുണ്ടൽപേട്ട്. ഇത് 3.5 കൊല്ലമായി വെച്ചിട്ട് ഇപ്പോൾ ഫസ്റ്റ് നമ്മൾ തൈ വെച്ച് കഴിഞ്ഞിട്ട് ഒരു 1.5 കൊല്ലാവോ ബളവ് പിടിക്കണമെന്ന് 1.5 കൊല്ലം വേണം. ഇപ്പോൾ പഴത്ത് നമ്മൾ കഴിക്കുന്ന രീതിയിലാവണമെന്നല്ലേ 1.5 കൊല്ലം വേണം. അപ്പോൾ 1.5 കൊല്ലം കഴിഞ്ഞിട്ട് 6 മാസಕ್ಕೆ ഒരു പറി, 6 മാസಕ್ಕೆ ഒരു പറി, ഒരു കൊല്ലത്തെ 2 പ്രാവശ്യമാണ്. അപ്പോൾ 3 കൊല്ലത്തേക്ക് കുറേശ്ശെ കിട്ടുള്ളൂ. കുറേശ്ശെ ഒരു പ്രാവശ്യം 5 ടൺ വരും ഫസ്റ്റ്, പിന്നെ 6 ടൺ വരും, 7 ടൺ വരും, അങ്ങനെ വരും. ഒരു 3 വർഷം കഴിഞ്ഞിട്ട് 4ാമത്തെ വിളവിലാണ് കൂടുതൽ കിട്ടുന്നത്. 4ാമത്തെ വിളവിൽ ഒരു അവറേജ് എന്നല്ല ഒരു 8 ടൺ 10 ടൺ കിട്ടിക്കഴിഞ്ഞിട്ട് ഇനി കൊല്ലത്തിൽ എന്തെങ്കിലും 18-20 ടണ്ണ് കണക്കമായിട്ട് ഒരു കൊല്ലത്തിൽ 18-20. പൊട്ടാൻ എന്താ ചെയ്യാ? അതായത് ഇത് 6 മാസಕ್ಕೆ എന്നല്ലേ ഇതിൻ്റെ ചോട്ടിലേക്ക് ഈ വേപ്പ് പിണ്ണാക്ക്, പൊട്ടാസ്, DAP, പിന്നെ ഓർഗാനിക് ഐറ്റം ഇത് കുറേ ഇതുണ്ട്. പശുവിൻ്റെ ചാണക അതൊക്കെ കൊടുത്തിട്ട് ഞങ്ങൾ പ്രൂണിങ് ആക്കുന്ന 20 ദിവസം മുമ്പ് അതിൻ്റെ കൊടുത്തു കഴിഞ്ഞിട്ട് ഒരു ദിവസം അങ്ങനെ നിർത്തിയിട്ട് പകുതി ഇലയൊക്കെ മൂത്തിട്ട് എല്ലാം ചാടിപ്പോവും താഴോട്ട്. ഇനി പകുതി ഇല ഉണ്ടോ ആ സമയത്താണ് ഇത് ഒക്കെ ചെടികൾ മൂത്തിട്ട് നല്ല ബിസ്ക്കറ്റ് കളർ വരും. ആ സമയത്താണ് ഇത് പ്രൂണിങ് ആക്കുന്ന വിശേഷമാണ്. ഒരു 100 ദിവസം കൊണ്ട്, എപ്പോൾ പ്രൂണിങ് ആക്കുന്ന 100 ദിവസം കൊണ്ട്. ഇതിന് ആ സീസൺ ഈ സീസൺ അങ്ങനെയൊന്നുമില്ല. 100 ദിവസം കൊണ്ട് മുന്തിരി ഉണ്ടാവും. മുന്തിരി 100 ചൂട് ഉണ്ടാവുക. ഈ എന്താണെന്നറിയാമോ, ഇവിടെ ആണെന്നല്ലേ ഈ ഇതിലെ ഗുണ്ടൽപേട്ട ഭാഗത്ത് ആരും ചെയ്തില്ലായിരുന്നു. ഇത് കേരളക്കാരുടെ, മലപ്പുറക്കാരെ, അസ്രഫ് ഖാൻ അവർ സാറ് അതാണ്. നമുക്ക് ഇവിടെ ഒരു 3-4 പണിക്കാരൊക്കെ നിർത്തിയിട്ടുണ്ട്. അവർക്ക് ശമ്പളം കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ഇത് ഒരു 100 പ്രൂണിങ് ആക്കുന്ന 100 ദിവസം കൊണ്ട് വിളവെടുപ്പ് വരും, കഴിക്കുന്ന രീതിയിലുണ്ടാവും. പിന്നെ 100 ദിവസം കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ വിൽക്കാൻ കൊടുക്കുന്നത്. അപ്പോൾ അതുവരെ പുളിപ്പുണ്ടാവും. ഇനി 100 ദിവസം കഴിഞ്ഞാലാണ് അത് നല്ല വണ്ണം വെക്കോ, ഫുള്ള് ബ്ലാക്ക് ആവും. ഇനി അടുത്ത മാസം ഓണം കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ 20-ാം തീയതി കഴിഞ്ഞിട്ടാണ് പറിച്ച് കൊടുക്കാൻ തുടങ്ങുന്നത്. അതുവരെ ഇപ്പോൾ ഒന്നും ഇതാക്കാൻ പാടില്ല. ഇപ്പോൾ വരുന്നവർ എന്താണ് മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടത്? ആരും പറിക്കരുത്. അതേപോലെ നമ്മൾ നോക്കാൻ വേണ്ടിയാണ് അവിടെ നമ്മൾ പണിക്കാരൻ നിർത്തിയേക്കുന്നത്. അപ്പോൾ നമ്മൾ അതുകൊണ്ട് കാവൽ നിൽക്കുന്നുണ്ട്. അപ്പോൾ ആരും പറിക്കണ്ടെന്ന് പറയുന്നുണ്ട്. അവരും പോലെ പറിക്കുന്നില്ല. അപ്പോൾ കുട്ടികളൊന്ന് അപ്പോൾ തൊട്ടിട്ട് ആക്ഷൻ ചെയ്തോളെന്ന് അവർ വലിയവരൊക്കെ പറയുന്നുണ്ട്. അവരുടെ കുട്ടികൾ എന്തൊക്കെയാണ് തൊട്ടുകളെന്ന്. അപ്പോൾ കുട്ടികൾ ചിലപ്പോൾ അറിയില്ലാത്ത കൊണ്ടുവന്ന് അത് കൊല്ലാമെന്ന് അവർ തൊടാമെന്ന് അറിയില്ല. അവർ എടുത്ത് ബായിൽ വെക്കണമെന്ന് കൊതിയാവും. അപ്പോൾ അത് പറിച്ച് താഴോട്ട് വിടും. അതുകൊണ്ടാണ് നമ്മളൊന്ന് എപ്പോഴും ഒന്ന് ശ്രദ്ധിക്കുന്നത്. ഓക്കെ, താങ്ക് യു. ശരി, ഓക്കെ.
എന്റെ പേരും മഹേന്ദ്രൻ എന്ന്. മഹേന്ദ്ര. നാ ഇവിടെ അടുത്താ. അതല്ലേ? നാ കർണാടക, ഇവിടെ ഇവിടെ അടുത്ത ടോളിന്റെ അപ്പുറത്താ. താങ്ക് യു. അപ്പോൾ നമ്മളിതാ ചെറീൻ്റെ സ്ഥലത്തേക്ക് എത്തിയിട്ടുണ്ട്. കണ്ടാ ചെറി നമ്മൾ ഇപ്പം എന്തെയ്തു ഗ്രേപ്സിൻ്റെ കഴിഞ്ഞപ്പോൾ ചെറീൻ്റെ ഭാഗത്ത് എത്തിയാണ്. കണ്ടാ ഫുള്ള് ചെറിയാണ് കേട്ടോ. ഇത് നേരെ നടന്ന കാണുന്നതാണ് ഈ ചെറീൻ്റെത്. പിന്നെ ഇത് ആരും ഇങ്ങനെ എടുത്ത് കഴിക്കരുത് കേട്ടോ. ഇത് നല്ല റെഡിഷ് കളറാവും. റെഡിഷായിട്ട് നല്ല റെഡിഷായിട്ട് ഡാർക്ക് റെഡിഷായിട്ട് ഇങ്ങനെ ഞെങ്ങും. ആ ഒരു ടൈമിൽ മാത്രമേ എടുത്ത് കഴിക്കാൻ പാടുള്ളൂ, അല്ലെങ്കിൽ ഭയങ്കര പുളിയായിരിക്കും, കറി ഉണ്ടാവും, പൊള്ളും. ഓക്കെ. പിന്നെ ചെറിയ മധുരം പുളിയും കൂടി ഉണ്ടാവുക. ശരിക്കും നമ്മൾ വാങ്ങിക്കൂലേ റെഡായിട്ടുള്ള ചെറി. അപ്പം ഓക്കെ, അടുത്ത സ്ഥലത്തേക്ക് പോവാം. അവിടെ കഴിഞ്ഞപ്പോൾ നമ്മളിതാ വേറൊരു ഭാഗത്ത് എത്തിയിട്ടുണ്ട്. ഇവിടെയും കുറേ ചെണ്ടുമല്ലി ഉണ്ട് കേട്ടോ. അതായത് നമ്മളിപ്പോൾ കണ്ട ഗ്രേപ്സിൻ്റെ തോട്ടത്തിൽ നിന്ന് നേരെ വന്നാണ്. ഇപ്പോൾ ഇവിടെ ചെണ്ടുമല്ലി ഉണ്ട്. അപ്പോൾ നമ്മൾ അവിടെ കൊടുത്ത കാശ് ഗോവിന്ദ.